എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ 30% മുതൽ 50% വരെ ഓഫറുകളുമായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ 61ാം ശ്രാദ്ധാചരണത്തോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നടത്തി. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 1930 മുതൽ 1963 വരെ ചേലക്കരയുടെ സമസ്ത മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്ന ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ 61ാം ശ്രാദ്ധാചരണത്തോടനുബന്ധിച്ച് മുള്ളൂർക്കരയിൽ നിന്ന് ആരംഭിച്ച് ചേലക്കരയിൽ സമാപിക്കുന്ന തീർത്ഥാടന പദയാത്രയാണ് ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചേലക്കരയുടെ പ്രേഷിതന അന്തോണിയച്ച പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ചേലക്കരയുടെ പ്രേഷിതനാം അന്തോണിയച്ച. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അതെ, തന്റെ സൽപ്രവൃത്തികൾ കൊണ്ട് ചേലക്കരയിലെ ജനങ്ങൾക്ക് മാതൃകയായി തീരുകയും അതുവഴി അനേകർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാനും ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ 61ാം ശ്രാദ്ധാചരണത്തോടനുബന്ധിച്ച് മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ദേവദാസന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ചേലക്കര സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ സമാപിക്കുന്ന തീർത്ഥാടന പദയാത്രയാണ് ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിഭക്ത തൃശൂർ രൂപതയുടെ ഭാഗമായിരുന്ന ചാലക്കുടിക്കടുത്ത കോട്ടാറ്റ് ഗ്രാമത്തിൽ തച്ചുപ്പറമ്പിൽ പൗലോസ് റോസ ദമ്പതികളുടെ മകനായി 1896 ഡിസംബർ 8 ദേവദാസൻ ഭൂജാതനായി. സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം തൃഷ്ണാപ്പിള്ളി സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായ അച്ഛൻ തന്റെ വൈദിക പഠനത്തിനുശേഷം 1924 ഡിസംബർ 22 വൈദികനായി അഭിഷിക്തനായി. വിവിധ ദേവാലയങ്ങളിലെ സേവനത്തിനുശേഷം 1930കളിൽ ചേലക്കരയിൽ പ്രേഷിത പ്രവർത്തനം ആരംഭിച്ച ആ പുണ്യപുരുഷൻ 1963 ജൂൺ 9 ഇഹലോകവാസം വെടിയുന്നതുവരെ ചേലക്കരയിൽ കർമ്മനിരതനായിരുന്നു. ദൈവസ്നേഹത്തിൻ ചിറകു വിടർത്തി പറന്നുയർന്നൊരു പുണ്യപിതാവേ, ദൈവസ്നേഹത്തിൻ ചിറകു വിടർത്തി പറന്നുയർന്നൊരു പുണ്യപിതാവേ, പാരിലെങ്ങും നിൻ തിരുനാമം പുതിയൊരു കീർത്തനഗാനം. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ചേലക്കര പഴയ രാജസംസ്കൃതിയുടെ ഭാഗമായി എല്ലാ ജാതി ഉപജാതി ഐത്തചിന്തകളും പാരമ്പര്യത്തിന്റെ രൂപത്തിൽ നിലനിന്നിരുന്ന, ഗതാഗത സൗകര്യമില്ലാത്ത, വൈദ്യുതി എത്തിയിട്ടില്ലാത്ത, ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വിദൂരസ്ഥങ്ങളായ സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്ന ഈ ഇരുണ്ട ഭൂമിയിലേക്ക് പതിഞ്ഞ കാലടികളോടെ കൃഷകാത്രനായ ആന്റണി തച്ചുപറമ്പിലെന്ന കത്തോലിക്ക പുരോഹിതൻ 1930 ചേലക്കരയുടെ ഭാഗധേയം നിർണയിക്കാൻ കടന്നുവന്നു. തൊട്ടുകൂടായ്മയും തീണ്ടലും ഐത്തവും എന്തിന്, താഴ്ന്ന ജാതിക്കാരന് സഞ്ചാര സ്വാതന്ത്ര്യവും പൊതുകിണറുകളിൽ നിന്ന് കുടിവെള്ളമെടുക്കാനുള്ള അവസരം പോലും നിഷേധിച്ച ആ കാലഘട്ടത്തിൽ ഈ നാടിന്റെ സർവപ്രാകൃത നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അതിനെതിരെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട്
അവർണരെയും സവർണരെയും ജാതിഭ്രഷ്ടുള്ളവരെയും ഒറ്റ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കാൻ ഒരു LP സ്കൂൾ ആരംഭിക്കുകയുണ്ടായി. ചേലക്കരയുടെ പുരോഗതിയുടെ ആദ്യ നാഴികക്കല്ലായിരുന്നു അത്. 1930 LP സ്കൂൾ ആരംഭിച്ചതിന്റെ സാഹചര്യം ഇങ്ങനെയാണ്. വഴിയിലേ തിരുസഭാപഥികരേ മോക്ഷവഴിയേ യാത്രയിനിയേറെ മോക്ഷവഴിയേ യാത്രയിനിയേറെ മഹിതമാ വഴിയിലേ തിരുസഭാപഥികരേ. അഭിവന്ദ്യ തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, നാമകരണ നടപടികളുടെ പോസ്റ്റ്ലേറ്റർ റവറൻ ഡോക്ടർ പോൾ പുളിക്കൽ, ചേലക്കര ഫൊറോന വികാരി റവറൻ ഫാദർ ജോൺസൺ ഒലക്കേങ്കിൽ, മുള്ളൂർക്കര ഇടവക വികാരി റവറൻ ഫാദർ ഷിജു ചിറ്റലപ്പിള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന തീർത്ഥാടന പദയാത്രയാണ് ഈ വഴിത്താരകളെ സമ്പന്നമാക്കിക്കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ ജീവിത സുത്തങ്ങളായി പാരിതിൻ പൊൻപ്രഭ തൂകിടുവാൻ ക്രിസ്തുവേ ജീവിത സുത്തങ്ങളായി പാരിതിൽ പൊൻപ്രഭ തൂകിടുവാൻ കോട്ടാറ്റിന്റെ പൊൻപ്രിയ പുത്ര പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. പുണ്യചരിതനായ ആന്റണി തച്ചുപ്പറമ്പിലച്ചൻ തന്റെ സാമൂഹ്യ ശുശ്രൂഷകൾ ജാതി മത വർഗ വർണ്ണ പരിഗണനകൾക്കതീതമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. 1930 ചേലക്കരയിൽ LP സ്കൂൾ ആരംഭിക്കുമ്പോൾ ഇവിടെ കത്തോലിക്ക കുടുംബങ്ങളുടെ എണ്ണം 10-ൽ താഴെ മാത്രമായിരുന്നു. എല്ലാ മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ട് മാനവികതയുടെ വക്താവായി പ്രവർത്തിച്ച അദ്ദേഹം സ്കൂൾ ആരംഭിച്ചപ്പോഴും ആതുര ശുശ്രൂഷയ്ക്കായി ആശുപത്രി സ്ഥാപിച്ചപ്പോഴും ക്ഷാമകാലത്ത് ദരിദ്രർക്ക് ഭക്ഷണം നൽകിയപ്പോഴും നിരാലംബർക്ക് ആശ്വാസമേകിയപ്പോഴും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലെ ചേലക്കരയിൽ ജാതി മേൽക്കോയ്മയുടെ പാരതന്ത്ര്യത്തിൽ നിന്നും ഒരു കൂട്ടം ജനതയെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയപ്പോഴും യേശു പ്രഖ്യാപിച്ച പൗരോഹിത്യത്തിൽ ജീവിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ആന്റണി തച്ചുപറമ്പിലച്ചൻ.